ഇന്നത്തെ ലൈവിലും ഇന്നത്തെ എപ്പിസോഡിലും കണ്ടതാണ്. രാവിലെ അപ്പാനി അക്ബറിനോട് പറയുന്നുണ്ട്, ഞാൻ അവനെ വെറുതെ വിടില്ല, ഈ ആഴ്ച നോമിനേഷനിൽ ഞാൻ സേവ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഷാനവാസിൻ്റെ പുറകെ നടന്ന് മാപ്പ് ചോദിക്കുന്ന അപ്പാനിയെയാണ്. ഷാനവാസിൻ്റെ പുറകെ നടന്ന് അപ്പാനി പറയുന്നുണ്ട് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നുള്ളത്. പക്ഷേ ഷാനവാസ് അതിനൊന്നും ചെവി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഷാനവാസ് ഒട്ടും അപ്പാനിയെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അപ്പാനിയെ ഇഗ്നോർ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഷാനവാസിന് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, അപ്പാനി അക്ബറിനോട് ചേർന്നിട്ട് ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത്. മാത്രമല്ല ഷാനവാസ് പറയുന്നത് അപ്പാനിയെ അക്ബർ കരുവാക്കി കളിക്കുന്നു എന്നുള്ളതാണ്. അപ്പാനി ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം, ഗ്രൂപ്പിൽ നിന്ന് വിട്ടുമാറിപ്പോകണം എന്നുള്ളതാണ് ഷാനവാസ് പറയുന്നത്. അതിനിടയിൽ നമ്മുടെ ആദിലയും നൂറയും ഒക്കെ ഷാനവാസിനോട് പോയി സംസാരിക്കുന്നുണ്ട്. ഈ ഇഷ്യൂ തീർക്കുന്നതല്ലേ നല്ലത്, വെറുതെ പുറത്ത് ഫാമിലിയൊക്കെ ഉള്ളതല്ലേ, എല്ലാവരും കാണുന്നതല്ലേ, ഇവിടെ നിന്ന് ഔട്ടായി പോയ ഒരു കണ്ടസ്റ്റൻ്റ് അല്ലേ, അതുകൊണ്ട് ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷാനവാസിക്ക പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ എൻ്റെ കയ്യിലുള്ള ആയുധം എടുത്ത് പ്രയോഗിച്ചിട്ടില്ല, ഞാൻ അവനെ വെറുതെ പേടിപ്പിച്ച് നിർത്തുന്നു മാത്രമേ ഉള്ളൂ, ഞാനത് പ്രയോഗിക്കില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ട് ഇതിലുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ വേണ്ടി വന്നാൽ ഞാനത് ഉപയോഗിക്കുമെന്നും കൂടി ഷാനവാസ് അവരോട് പറയുന്നുണ്ട്. ഈ ഒരു സ്ട്രാറ്റജി ഷാനവാസിന് തിരിച്ചടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അപ്പാനി ഫൈറ്റ് ബാക്ക് ചെയ്യുന്നില്ല. നാളെ ഉൾട്ടയടിച്ചിട്ട് അപ്പാനി പറയുകയാണ്, നിങ്ങൾ സദാചാര രീതിയിലാണ് സംസാരിക്കുന്നത്, രണ്ടുപേര് ചേർന്നിരുന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ സദാചാരം പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉൾട്ടയടിച്ചു കഴിഞ്ഞാൽ ഇത് പുറത്ത് ഷാനവാസിന് നെഗറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷാനവാസും ഈ ഒരു സ്ട്രാറ്റജി വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഒരു നിമിഷം മതി ഓഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നുള്ളത് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഓരോ നിമിഷവും ഓർത്ത് വേണം കളിക്കാൻ നിൽക്കാൻ. എന്തായാലും ഈ ഒരു സ്ട്രാറ്റജി, ഈ ഒരു ഇഷ്യൂ എങ്ങനെ സോൾവ് ആവും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും.